യേശു ഒരു വീട്ടിലാണിപ്പോൾ. വീട്ടിൽ അവനുണ്ടെന്നറിഞ്ഞ് ആളുകളൊക്കെ കൂടിയെന്ന് വെച്ചാൽ വലിയൊരു സെലിബ്രിറ്റി വരുമ്പോൾ വലിയൊരു ക്രൗഡ് ഉണ്ടാവില്ലേ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. യേശുവിനൊന്ന് തൊട്ടാൽ മതി, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേകം ആയിരങ്ങളാണ് തടിച്ചു കൂടിയത്. അവിടെ ഒരു തളർവാദ രോഗിയെ യേശുവിനൊന്ന് കാണിക്കണം, വേറെ വഴിയൊന്നുമില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് മേൽക്കൂര പൊളിച്ച് ആളെ താഴിറക്കി വലിയൊരു അത്ഭുതം കണ്ട് യേശു തന്നെ അത്ഭുതപ്പെടുന്നു. അവസാനം അയാൾക്ക് സൗഖ്യം കിട്ടുന്നു. എല്ലാവരും പിരിഞ്ഞുപോയി. കാര്യങ്ങളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവസാനം എന്ത് സംഭവിക്കും? വലിയൊരു ക്രൗഡ് കഴിഞ്ഞ് പോകുമ്പോൾ കുറേ വേസ്റ്റും കുറേ അലങ്കോലമായി കിടന്ന കസേരകളൊക്കെ സാധാരണ നമ്മൾ സ്റ്റേഡിയങ്ങളിൽ കാണാറില്ലേ എന്ന് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അലങ്കോലമാണ്. അലങ്കോലം ആയത് എവിടെയാണ്? ഒരാളുടെ വീട്ടിൽ. ആരാണ് അയാൾ? സുവിശേഷത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ആരോ ഒരാൾ സ്നേഹത്തോടെ യേശുവിനെ വീട്ടിൽ കയറ്റി. വീട്ടിൽ നിന്ന് യേശു ഇറങ്ങിയപ്പോൾ അയാൾക്ക് വീട്ടിൽ മേൽക്കൂരയില്ല. നഷ്ടങ്ങളുടെ കഥയാണ്. അയാളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇപ്പോൾ തകർന്നിട്ടുണ്ടാകണം. കാരണം ക്രൗഡ് അത്രയും ഉണ്ടായിരുന്നല്ലോ. അയാൾക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം മേൽക്കൂരയില്ല. അത്രത്തോളം ആ ഒരു വീടിനെ ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ വീട്ടിൽ കയറ്റിയതിൻ്റെ പേരിൽ അയാൾക്കുണ്ടായ നഷ്ടം വലുതാണ്. ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അയാൾക്ക് എന്തായിരിക്കും യേശുവിനുണ്ടായ മനോഭാവം? ദേഷ്യമായിരിക്കുമോ? അതോ സങ്കടമായിരിക്കുമോ? എന്താണെന്നറിയില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. യേശുവിനെ ഗൗരവത്തോടെ എടുത്തതിൻ്റെ പേരിൽ അയാൾക്കുണ്ടായ നഷ്ടം പോലും അത് നേട്ടമാണ്. അതാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ 2000 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണോ ക്രിസ്തുവിനെ നേട്ടമായിട്ട് കണ്ടത് അവർക്കൊക്കെ നഷ്ടങ്ങളുടെ കഥ ചിലപ്പോഴുണ്ടായിട്ടുണ്ടാവും. അതിലെ രക്തസാക്ഷികളൊക്കെ സഭയിലുണ്ടായത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ജീവൻ കൊടുത്ത് ജീവൻ നഷ്ടപ്പെടുത്തിയവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അമൂല്യമായ ഒന്നിനെ നേടാൻ വേണ്ടി ചില നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അതല്ലേ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്? ഒരു നിധിയുണ്ടെന്നറിയുമ്പോൾ അതിനുവേണ്ടി എല്ലാം വിറ്റ് ഒരാൾ ആ വയൽ സ്വന്തമാക്കുന്നതൊക്കെ. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും അമൂല്യമായ ഒന്ന് ജീവിതത്തിൽ കിട്ടണമെന്നറിയുമ്പോൾ മറ്റെന്തിനേയും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി തൻ്റെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയ ഒരാളെയാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന് ഗൗരവത്തോടെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ അവസാനം ഒരു കാര്യം മനസ്സിലാവും, ആ നഷ്ടങ്ങൾ വലിയ നേട്ടങ്ങളുടെ ചരിത്രം എഴുതും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.